ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ സംഗമം സ്വീകരിക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരട്ടെ. രോഗങ്ങൾ അല്ലാഹു ശിഫയാക്കട്ടെ. പുണ്യ റമദാൻ അനുകൂലമായി സാക്ഷിയാകുന്ന മഹാഭാഗ്യം അല്ലാഹു നമുക്കെല്ലാവർക്കും നൽകട്ടെ. നമ്മുടെ ആഖിബത്തിൽ അല്ലാഹു ബറക്കത്ത് നൽകട്ടെ. ചില കാര്യങ്ങൾ നമുക്ക് ബോധ്യമാകുന്നത് നേരെ കാണുമ്പോഴാണ്. വിശ്വാസപരമായി പലതും പഠിക്കുമ്പോൾ അങ്ങനെ തന്നെയാണ്. ബോധ്യമാവാതെയും ബോധ്യമായി എന്ന് പറയുന്നിടത്താണ് കപടവിശ്വാസം എന്ന് പറയപ്പെടുക. മഹാന്മാരായ സുഹൈബുൽ ബദറിനെ ഓർക്കപ്പെടേണ്ട നാളുകളിലേക്ക് എത്തുമ്പോൾ കപടവിശ്വാസത്തെ വലിച്ചെറിഞ്ഞവരും ദൃഢഭക്തരായി കഴിഞ്ഞുകൂടിയവരുമാണ് അവർ എന്നതിൽ നമ്മൾ ഒന്ന് ചിന്തിക്കേണ്ട സന്ദർഭങ്ങൾ, ചരിത്രപരമായ പല ഉദ്ധരണികൾ, ചില താരതമ്യങ്ങൾ ഇൻഷാ അല്ലാഹ് ഹ്രസ്വമായ നമ്മുടെ ഈ സമയത്തിൽ അങ്ങനെ ഒരു ചർച്ച ആഗ്രഹിക്കുന്നു. അള്ളാഹു നമ്മുടെ അറിവിലും അമലിലും ബർക്കത്ത് നൽകട്ടെ. അള്ളാഹുവിന്റെ ഖുർആൻ ഒരു അധ്യായം തന്നെ പറയുന്നുണ്ട് ഒരു മനുഷ്യന് ബോധ്യമാകേണ്ട രീതികളെക്കുറിച്ച്. യഥാർത്ഥത്തിൽ ഒരു മനുഷ്യൻ, ഒരു സൃഷ്ടി എന്ന നിലയിൽ അവന് ബോധ്യമാവേണ്ടത് അള്ളാഹുവിനെയാണ്. റബ്ബ് നമ്മുടെ മുന്നിൽ വച്ചിരിക്കുന്ന നമ്മുടെ വിശ്വാസപരമായ കാര്യങ്ങളിൽ എത്രത്തോളം നമുക്ക് ബോധ്യമായിട്ടുണ്ട് എന്നുള്ളത് നരകം കാണുമ്പോഴാണ് നമ്മൾ അതിൻ്റെ അളവും ആഴവും അറിയാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹാകുമുത് തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ. പൊങ്ങച്ചവും വലിപ്പവും മറ്റുള്ള ദുനിയവിയായ തിരക്കുകളും നമ്മുടെ സമയം ഇല്ലാതാക്കിയിരിക്കാം. ഖബർ വരെ, ഖബർ ജീവിതത്തിൽ നിന്നിങ്ങനെ ആലോചനകൾ തുടങ്ങാം. ഖബറിൽ കിടന്നുകൊണ്ട് അവൻ പലതും ചിന്തിക്കുകയാണ്. അവനെ ചില യാഥാർത്ഥ്യങ്ങൾ നിർബന്ധിക്കുകയാ, ഇത് ഇങ്ങനെയാണ് എന്ന് നീ മനസ്സിലാക്കുക എന്ന്. അങ്ങനെ അവസാനം അവന് ബോധ്യപ്പെടേണ്ട ഒരു അറിവുണ്ട്. ഇൽമുൽ യഖീൻ കിട്ടുമെന്ന് ഖുർആൻ. കല്ലാ ലൗ തഅലമൂന ഇൽമൽ യഖീൻ. ഏറ്റവും ഉറപ്പുള്ള ഒരു അറിവ് അവൻ വരും. ഇതാരും പറഞ്ഞതല്ല, ഊഹാപോഹങ്ങളല്ല, ഇത് ഇങ്ങനെ തന്നെ, അല്ലാതെ ആവാൻ സാധ്യതയില്ല, ഇത് ഇങ്ങനെ തന്നെ എന്ന് ബോധ്യമാകുന്ന ഒരു സന്ദർഭം വരും. ലതറവുന്നൽ ജഹീം. നരകം കാണണം തൊട്ടടുത്ത ദിവസം. നരകത്തിൽ ഒരു പക്ഷെ പോവേണ്ടി വരും. നരകത്തിന്റെ ചൂടിന്റെ പൊള്ളല് പലപ്പോഴും പലയിടത്തും കേട്ടുവെങ്കിലും അത് അനുഭവിക്കുമ്പോഴാ ആ പൊള്ളല് എത്രത്തോളം ഉണ്ട് എന്ന് ബോധ്യമാവൂ. ഈ ബോധ്യമാവൽ മനുഷ്യന് ഒരുപാട് വൈകിയ ഉണ്ടാവാ എന്ന് പരിശുദ്ധ ഖുർആൻ. ആ ബോധ്യമാവൽ അവൻ ഒരുപാട് വൈകും. ആ ബോധ്യമാവൽ നേരത്തെ ആയവരാ മഹാന്മാരായ സുഹൈബുൽ ബദർ റളിയല്ലാഹു അൻഹു. അങ്ങനെ വന്നപ്പോ അവരുടെ മുന്നിലുള്ള താൽക്കാലിക പ്രതിസന്ധികൾക്ക് അവർ പൂമാലയുടെ സുഗന്ധവും സൗരഭ്യവും കണ്ടു എന്നുള്ളതാണ്. അല്ലാഹുവിന്റെ ഖുർആൻ വീണ്ടും പറയുന്നുണ്ടല്ലോ, കല്ലാ ഇദാ ദുക്കത്തിൽ അർദു ദക്കാ ദക്കാ വജാഅ റബ്ബുക വൽ മലകു സഫൻ സഫാ. മഹ്ശറ സംവിധാനിച്ച സന്ദർഭം. മലക്കുകൾ നിമിഷാർദ്ധങ്ങൾ കൊണ്ട് കോടിക്കണക്കിന് മലക്കുകൾ അണികളായി അണിനിരക്കുന്ന ആ വല്ലാത്ത ഒരു പരേഡിന്റെ പ്രൊട്ടക്ഷൻ. അങ്ങനത്തെ മഹ്ശറയുടെ ഭീകരമായ അവസ്ഥ. വജീഅ യൗമഇദിൻ ബിജഹന്നം. ഒരാവശ്യമില്ലാന്ന് നരകത്തെ അങ്ങോട്ട് കൊണ്ടുവരല്. പക്ഷേ ഒരു സാധാരണ ചിന്തയിൽ വിചാരണയുടെ നേരത്തെ ഒരു നരകം അവിടെ കൊണ്ടുവന്ന് വെക്കുക എന്താ? ആ വിചാരണയുടെ തീവ്രതയാണത്. നരകത്തിലേക്ക് പോകുമോ എന്ന ഭയത്തെ ഒന്നുകൂടി കൂട്ടിയെടുക്കുകയാണ്. അവിടെ ചില ബോധ്യപ്പെടുത്തലുകൾ സംഭവിക്കുകയാണ്. ആ നരകത്തെ അള്ളാഹു കൊണ്ടുവരും, മഹ്ശറയിൽ കൊണ്ടുവരുമെന്ന് പരിശുദ്ധ ഖുർആൻ. ഇമാം മുസ്ലിം അവിടുത്തെ സ്വഹീഹിൽ ഒരു ഹദീസ് പറയുന്നത് നമ്മൾ ചിന്തിച്ചു പോകും. കോടിക്കണക്കിന് മലക്കുകൾ അണിനിരക്കുന്ന മഹ്ശറയുടെ ഇടങ്ങളിലേക്ക്
നരകത്തെ വലിച്ചിഴച്ചു കൊണ്ടുവരുന്നത് എത്രയോ മൈലുകൾക്കപ്പുറം നിന്നതിന്റെ അലറിവിളി കേൾക്കാൻ കഴിയുമെന്ന് പരിശുദ്ധ ഖുർആൻ പറയുകയാണ്. നരകത്തെ കൊണ്ടുവരപ്പെടുന്നതിനെ കുറിച്ച് റസൂലുള്ളാഹി പറയുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വഹീഹ് മുസ്ലിം, യുഅ്താ ബിജഹന്നമ യൗമഇദിൻ, അന്ന് നരകം കൊണ്ടുവരപ്പെടുമ്പോൾ ലഹാ സബഊന അൽഫ സിമാം മഅ കുല്ലി സിമാമിൻ സബഊന അൽഫ മലക്കിൻ യജ്റൂനഹാ. 70,000 വട്ടക്കണ്ണിയിൽ ഓരോ വട്ടക്കണ്ണിയിലും 70,000 മലക്ക് എന്ന കണക്കിൽ ആ നരകത്തെ വലിച്ചു കൊണ്ടുവരാം. അത് ആ കാഴ്ച തന്നെ ഒരു വല്ലാത്ത കാഴ്ചയാണ്. വലിയ പെരുന്നാളിനെ അറുക്കാൻ ഇടച്ചിലുള്ള ഒരു മൂരിയെ, ഒരു പോത്തിനെ കൊണ്ടുവരാൻ ഒരു 6-7 പേര് കയറിട്ട് വരിഞ്ഞു മുറുക്കി കൊണ്ടുവരുന്ന കാഴ്ച, അതിന്റെ അലറി വിളിയും കണ്ടാൽ സ്വാഭാവികമായും ആ മൈതാനത്ത് കൂടിയവർ മുഴുവൻ അങ്ങോട്ട് നോക്കും. എന്ത് സംഭവിക്കും? അല്പമെങ്കിലും നെഞ്ചിടിപ്പുണ്ടാവും. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അന്ന് നരകത്തെ കൊണ്ടുവരപ്പെടുമ്പോ 70,000 വട്ടക്കണ്ണിയിൽ ഒരു വട്ടക്കണ്ണിയിൽ 70,000 മലക്കെന്ന കണക്കിൽ 490 കോടി മലക്കുകൾ, അതായത് 49 ഇട്ട ശേഷം 8 പൂജ്യം ഇട്ടാൽ എത്രയാണോ സംഖ്യ, അത്രയും മലക്കുകളാ നരകത്തെ വലിച്ചിഴച്ച് മഹ്ശറയിൽ കൊണ്ടുവരിക. നബി മുഹമ്മദ് മുസ്തഫ 70,000 വട്ടക്കണ്ണിയിൽ ഓരോ വട്ടക്കണ്ണിയിലും 70,000 മലക്കുകൾ. 7 49 ഒന്ന് കൂട്ടി നോക്കാം, ഏകദേശം 490 കോടി അത്രയാ വരാൻ. 70,000 × 70,000. എന്റെ സഹോദരങ്ങളെ, അപ്പോൾ മനുഷ്യന് ഒരു ബോധ്യപ്പെടലുണ്ട്. ആ സമയം മനുഷ്യന് ബോധ്യപ്പെടും, അവന്റെ ബോധ്യമാകൽ, ഒരു പാഠം ഉൾക്കൊള്ളൽ. അന്ന് മനുഷ്യവർഗം, അൽ ഇൻസാൻ, അലിഫ് ലാം ഇസ്തിഗ്റാഖിന്റെ മഅനയാണ്. മനുഷ്യവർഗം അവർക്ക് മുഴുവനും ബോധ്യമാവും. അല്ലാഹു തആല ഇതൊക്കെ ചിന്തിക്കാൻ വേണ്ടിയാണ് ഈ ഗ്രന്ഥത്തെ ഇവിടെ ഇറക്കിയതെന്ന് എത്ര ആവർത്തി പറഞ്ഞു. ഫഹൽ മിൻ മുദ്ദക്കിർ, ചിന്തിക്കാൻ ആരാ ഉള്ളത്? അന്ന് മനുഷ്യന് ബോധ്യമാവും. അന്ന് ബോധ്യമായിട്ട് എന്ത് പ്രയോജനം? യഖൂലു, ബോധ്യമായവൻ പറയും, യാ ലൈതനീ ഖദ്ദംതു ലിഹയാതി, എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് പോരായിരുന്നു, എന്റെ ജീവിതത്തിന്റെ ഭാസുര ഭാവിക്ക് ഞാൻ എന്തെങ്കിലും ഒന്ന് സമർപ്പിക്കാമായിരുന്നു, പറ്റിപ്പോയി. അന്യായമായ ആരെയും അവിടെ ശിക്ഷിക്കൂലാട്ടോ. ബോധ്യമാവൽ നേരത്തെ വേണം, ബോധ്യമാവൽ നേരത്തെ വേണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പ്രിയമുള്ളവരെ, ചിന്തിക്കുക. അങ്ങനെ ബോധ്യമായോടത്ത് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബികൾ വിളിച്ചു പറഞ്ഞത്, ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. ബദറിന്റെ അലങ്കാരമായിരുന്നു ഈ വിക്ർ. ഇത് പ്രതിസന്ധിയുടെ പൂമാലയാണ്. ഇത് പ്രതിസന്ധിയിൽ പ്രതികൂലമായി നിൽക്കുന്നവൻ പുഞ്ചിരിച്ച് കാണിക്കുന്നത് ഈ വിക്റിന്റെ ശക്തിയിലാ. ഹസ്ബുനല്ലാഹ്, അല്ല മതി, അല്ല മതി എന്ന തോന്നല്. ഇത് ചെറിയ കാര്യമൊന്നുമല്ല. ഹബീബായ നബി തങ്ങൾ ആ ജീവിതം, പ്രവാചക ജീവിതം സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത് ബോധ്യപ്പെടുത്തി തരല്ലേ. ഗുഹയുടെ ഇരുട്ടിൽ പെട്ടുപോയി. ശത്രു സഞ്ചയത്തിന്റെ പാതുകങ്ങൾ മുഴുവനും കാണാം. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരു നിമിഷം ഒന്ന് പതറിപ്പോയി. സ്വഹീഹുൽ ബുഖാരി, സ്വഹീഹ് മുസ്ലിം, അൻ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു അൻ നബി ബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുമാ ഖാല ഖുൽതു ലന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അന്ന് ഞാൻ നബിയോട് ചോദിച്ചിരുന്നു, വ അന ഫിൽ ഗാൻ, ഗുഹയിലാണ് ഞങ്ങൾ രണ്ടുപേരും. ഹിജ്റയുടെ തീഷ്ണമായ അവസ്ഥയിൽ
ത്യാഗസന്നദ്ധരായ സ്വഹാബികൾ പരക്കം പായുകയാണ്. എല്ലാം ഉപേക്ഷിച്ച് സങ്കടക്കയങ്ങൾ തീർത്തുകൊണ്ട് പലരും വേർപിരിഞ്ഞു പോവുകയാ നാടിനോടും കുടുംബത്തോടും. ഞാൻ പോയി എൻ്റെ ഹബീബിന്റെ കൂടെ. അന്ന് ആ ഗുഹയിൽ, വാസയോഗ്യമല്ലാത്ത ഗുഹയിൽ ഞങ്ങൾ പരസ്പരം ശ്വാസനിശ്വാസങ്ങൾ അങ്ങുമിങ്ങുമുള്ള ചോദ്യോത്തരങ്ങളായി വാചാലമായ നേരം, നെഞ്ചിടിപ്പിന്റെ താളത്തിൽ ഞങ്ങൾ അങ്ങുമിങ്ങും പരസ്പരം ചേർന്നു നിന്ന നേരം, ഞങ്ങളുടെ മുന്നിൽ പ്രതിസന്ധി 3 ദിവസത്തോളം ഞങ്ങൾ ആ ഇരുട്ടിൽ കഴിഞ്ഞപ്പോ, ഒന്ന് തുമ്മാനോ ചുമ വന്നാൽ കടിച്ചു പിടിക്കാനോ അല്ലാതെ അതിനെ പുറത്തേക്ക് കഴിയാത്ത ഒരവസ്ഥയിൽ എന്റെ ഹബീബിനോട് ഞാൻ ചോദിച്ചു, നബിയെ, പാതുകങ്ങൾ കാണാം, തമ്പുരാക്കന്മാർ വട്ടമിട്ട് നിന്നുകൊണ്ട് നമ്മെ അന്വേഷിക്കുന്ന ഒരു ചിത്രം നമ്മുടെ മുന്നിൽ ദേ കാണുന്നു. അല്ലാഹുവിന്റെ ഹബീബേ, ലൗ അന്ന അഹദഹും നളറ തഹ്ത ഖദമൈഹി ലഅബ്സറന, കാല് ചൊറിയാൻ വേണ്ടി ഒന്ന് താഴേക്ക് നോക്കാൻ അവർ ആരെങ്കിലും ശ്രമിച്ചാൽ കണ്ടുപോവില്ല നബിയെ. ബോധ്യപ്പെട്ടു അല്ലാഹുവിനെ അത് പകർന്നു കൊടുക്കാൻ കഴിയണം. അല്ലാഹുവിന്റെ ഹബീബ് പകർന്നു കൊടുത്തു. മാ വന്നുക യാ അബൂബക്കർ ബിത്നൈനി അല്ലാഹു സാലിസുഹുമാ. രണ്ടുപേരെ അങ്ങും ഇങ്ങും നെഞ്ചുരുമിരിക്കുന്ന ഈ ഇടുങ്ങിയ ഇടത്തിലും മൂന്നാമതൊരാളുണ്ട്. ആ മൂന്നാമത്തെ ആള് നമ്മളിൽ കുറവാ. സിദ്ദീഖ്. ആരാ സിദ്ദീഖ്? അഫ്ളലുൽ ബശ്രി ബഅദൽ അംബിയാഇ തഹ്ഖീഖൻ അബൂബക്കർ സിദ്ദീഖ്. മുസ്ലിം ഉമ്മത്തിന്റെ അഖീദയുടെ അവസാന വാക്ക് ശർഹുൽ അഖായിദ് ഇമാം സഅദുദ്ദീൻ തഫ്താസാനി രേഖപ്പെടുത്തുന്നു. അമ്പിയാക്കൾ കഴിഞ്ഞാൽ മാനവകുലം കണ്ട ഏറ്റവും വലിയ മഹാനാ ചോദിച്ചത്, നബിയെ, ഈ ഇരുട്ടിന്റെ ഗഹരങ്ങളിൽ നമുക്ക് വെളിച്ചത്തിന്റെ വിശാലത എവിടെ? അവിടെന്ന് പറഞ്ഞു, ഒരു വെളിച്ചമുണ്ട്. അല്ലാഹു നൂറുസ് സമാവാതി വൽ അർദ് മസലു നൂരിഹി കമിസ്കാത്തി ഫീഹാ മിസ്ബാഹുൽ മിസ്ബാഹു ഫീ സുജാജ. ഒരു വെളിച്ചമുണ്ട്, അത് അല്ലാഹ്. ആ വെളിച്ചം അങ്ങ് മനസ്സിലേക്ക് കയറിയപ്പോ ആയുധം ചുഴറ്റി വന്നവന്റെ മുന്നിലേക്ക് പട്ടിണിക്കോലങ്ങൾ പാറിപ്പറന്നെടുത്തുകൊണ്ട് അത്ഭുതം സൃഷ്ടിച്ചു. ആ വെളിച്ചം ഹൃദയത്തിൽ വന്നപ്പോഴാ ഹസ്ബുനല്ലാഹു വനിഅ്മൽ വകീൽ ബദരീങ്ങൾ ചൊല്ലിയ ദിക്റാണ്. തീരുന്നില്ല ഈ പ്രതിസന്ധിയിൽ അല്ലാഹുവിന്റെ ഹബീബ് പരിശുദ്ധ ഖുർആൻ പറയുകയാണ്. ആ സന്ദർഭത്തെ കൃത്യമായി തന്നെ പറയുന്നു. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ സമാധാനത്തിന്റെ വാക്കുകൾ പറഞ്ഞ സന്ദർഭത്തെ ഖുർആൻ ശരിവെക്കുന്നുണ്ട്. അല്ലാഹു കൂടെയുണ്ട്, അല്ലാഹു കൂടെയുണ്ട് എന്ന് നബി തങ്ങൾ സമാശ്വസിപ്പിച്ച ആ വാക്കുകൾ ഖുർആൻ വഹീന്റെ പ്രാധാന്യത്തിൽ തലമുറകൾക്ക് ഒരു സന്ദേശമായി കൈമാറിയ ഫഖദ് നസ്റഹുല്ലാഹു ഇദ് അഖ്റജഹുൽ ലദീന കഫറൂ താനിയ ഇത്നൈനി ഇദ് ഹുമാ ഫിൽ ഗാർ ഇദ് യഖൂലു ലിസ്വാഹിബിഹി ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. അല്ലാഹു കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. ആ പറച്ചിൽ ഉൾക്കൊണ്ടു, ബോധ്യമായി. ബോധ്യായ എന്തുണ്ടാവും? ബോധ്യമുണ്ടായ ഫഅൻസലല്ലാഹു സകീനതഹു അലൈഹി, അല്ലാഹു സമാധാനം കൊടുക്കും. അത് ബോധ്യമായി കഴിഞ്ഞാൽ വഅയ്യദഹു ബിജുനൂദിൻ ലം തറൗഹാ, കണ്ണുകൊണ്ട് കാണാത്ത ശക്തിയെ കൊണ്ട്, കണ്ണുകൊണ്ട് കാണാത്ത സൈന്യത്തെ കൊണ്ട് അല്ലാഹു സംരക്ഷണം നൽകുമെന്ന് ഖുർആൻ. അത് ബോധ്യവാതെ പോയതുകൊണ്ടാണ് നമുക്ക് സംഭവിച്ചത്. അത് ബോധ്യമാകുന്നില്ല. അത് ബോധ്യമായോടത്ത് അല്ലാഹു കണ്ണുകൊണ്ട് കാണാത്ത സൈന്യത്തെ ഇറക്കി സഹായിക്കുമെന്ന് ഖുർആൻ ആവർത്തിച്ചു പറയുകയാണ്. അബൂ സുഫിയാന്റെ സന്നാഹങ്ങൾ പ്രശ്നമാക്കാത്ത സമൂഹമായിരുന്നു ബദരീങ്ങൾ. ഇമാം അൽ ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി ഫത്ഹുൽ ബാരിയിൽ ഹദീസ് വ്യാഖ്യാനിച്ച് പറയുന്നുണ്ട്, അബൂ സുഫിയാൻ
ഉഹദ് കഴിഞ്ഞ ശേഷം ഖുറൈശികളുമായി മടങ്ങുന്ന ഒരു സന്ദർഭമുണ്ട്. അബൂ സുഫിയാൻ റജഅ ബിഖുറൈശിൻ ബഅദ അൻ തവജ്ജഹ മിൻ ഉഹദിൻ ഫലഖിയഹു മഅ്ബദുൽ ഖുസാഇ. മഅ്ബദുൽ ഖുസാഇ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അബൂ സുഫിയാനെ വഴിയോരത്തിൽ വെച്ച് കണ്ടു. അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ മുഹമ്മദ് നബിയെ കണ്ടിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. ആട്ടിയിറക്കപ്പെട്ട പോലെയല്ലേ മക്കയിൽ നിന്നും പോയത്? ഏതാനും മാസങ്ങൾ കൊണ്ട് മദീനാപുരിയിൽ കണ്ടെത്തിയ ഒരു സഞ്ചയം സൈന്യം എത്രയാ? ഫീ ജംഇൻ കസീർ. വലിയ ഒരു വ്യൂഹം തന്നെ മുഹമ്മദിന്റെ കയ്യിൽ സല്ലല്ലാഹു അലാ മുഹമ്മദ്. ഞാൻ കണ്ടതാ ഭാവിയിൽ ബദറിന്റെ അങ്കണത്തിലേക്ക് വരേണ്ട സ്വഹാബി പ്രമുഖരുടെ കൂട്ടായ്മ കണ്ടുവന്ന മഅ്ബദുൽ ഖുസാഇ എന്ന് പറയുന്ന മനുഷ്യൻ അബൂ സുഫിയാനിനോട് പറഞ്ഞങ്ങനെ, ഖേദിക്കേണ്ടവരൂട്ടോ, അവര് ചില്ലറക്കാരല്ല, അവരുടെ മുന്നിൽ പ്രതിസന്ധി പ്രശ്നമല്ല, അവരുടെ നിശ്ചയദാർഢ്യം, മനസ്സിൽ തിങ്ങി നിൽക്കുന്ന അവരുടെ ധൈര്യം, അവരുടെ യഖീൻ, മൗനാവൃതമായ മുഖം അത് വാചാലമാവുന്നുണ്ട്. ഖേദിക്കേണ്ടവരൂട്ടോ. അപ്പൊ അബൂ സുഫിയാൻ തന്റെ സൈന്യത്തെ ഇരട്ടിയാക്കി. അങ്ങനെയാണ് ബദറുമായി ബന്ധപ്പെട്ട അബൂ സുഫിയാന്റെ പുറപ്പാടിന് ഒരു കാരണം മഹാന്മാരായ ചരിത്ര പണ്ഡിതന്മാർ കുറിക്കുന്നത് ഫത്ഹുൽ ബാരി രേഖപ്പെടുത്തുന്നതായി കാണാം. അർസല അബൂ സുഫിയാൻ നാസൻ ഫഅഖ്ബറു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരാണ് അബൂ സുഫിയാൻ? വല്ലാത്ത തന്ത്രശാലിയാണ്. അയാള് സന്നാഹങ്ങൾ ഒരുക്കുന്നതിന്റെ കൂടെ തന്നെ കുറെ ആളുകളെ, എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പുലമ്പിക്കൊണ്ടിരിക്കുന്ന ആളുകളെ തയ്യാറാക്കി. അങ്ങനെ ഉണ്ടല്ലോ കുറെ വാർത്താ പ്രചാരകർ ലോകത്തിന്റെ എല്ലാ സ്ഥലത്തും ഉണ്ടാവും. കേട്ടതും കേൾക്കാത്തതും പ്രചരിപ്പിക്കാനും അതിലൊരു ആനന്ദം കണ്ടെത്താനും. 10 ആളുടെ കാര്യം അന്ന് പറഞ്ഞില്ലേ അവർക്കൊരു സമാധാനം ഉണ്ടാവില്ല. എല്ലാ സ്ഥലങ്ങളിലും അള്ളാഹു അവരെ കൊടുത്തിട്ടുണ്ട്. അബൂ സുഫിയാന്റെ കൂടെ ഉണ്ടായിരുന്ന അങ്ങനെ കുറെ ആളുകൾ. അബൂ സുഫിയാൻ എന്ത് ചെയ്തു? വലിയ മനോധൈര്യമുള്ള യഖീൻ ഉള്ള ഒരു സമൂഹമാണ് മുഹമ്മദ് നബിയുടേത് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് കൃത്യമായി ബോധ്യമായപ്പോ തന്റെ കൂടെയുള്ളവർ അയാള് ഇരട്ടിയാക്കി എന്നാ പറയുന്നത്. ഇരട്ടി സംഘമാക്കി. അതിന്റെ കൂടെ തന്നെ ഒരു 10-15 പേരെ തെരഞ്ഞെടുത്തിട്ട് മദീനത്തേക്ക് പറഞ്ഞു വിട്ടു. അവിടെ ചെന്നുകൊണ്ട് അവര് പറയണം മുഹമ്മദ് നബിയുടെ ആളുകളോട് സല്ലല്ലാഹു അലൈഹി വസല്ലം, അബൂ സുഫിയാനും അദ്ദേഹത്തിന്റെ സംഘവും വലിയ തയ്യാറെടുപ്പ് അവിടെ നടത്തിയിട്ടുണ്ട് നിങ്ങളെ നശിപ്പിക്കാൻ. ഇത് കേൾക്കുമ്പോൾ മാനസികമായി ഒന്ന് തകരും. ആ മാനസികമായ തകർച്ച അവിടെ സൃഷ്ടിക്കുന്നതിന്റെ കൂടെ നിലവിലെ സൈന്യത്തെ ഇരട്ടിയാക്കി അങ്ങോട്ട് ചെന്നാൽ അവിടെ ബദർ വിജയിക്കും, ഭാവിയിൽ വരാൻ പോകുന്ന ബദർ വിജയിക്കുമെന്ന ഒരു വലിയ ബുദ്ധി അബൂ സുഫിയാൻ എന്ന ഇരുത്തം വന്ന ഖുറൈശിക്കാരനവർ തീരുമാനിച്ചു. ഒരു തെറ്റും അതിലില്ല. പക്ഷേ അദ്ദേഹത്തിന് പാളിയത് ഈ കിംവദന്തിയുമായി ചൊല്ലുന്നവരുടെ വാക്കുകൾക്ക് മുന്നിൽ ചിരിച്ചു പുച്ഛിച്ച് തള്ളിക്കളയുന്ന ഒരു സമൂഹമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് എന്നതായിരുന്നു. പതറുന്നവരല്ല അവിടെ ഉണ്ടായത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. الذين قال لهم الناس إن الناس قد جمعوا لكم فاخشوهم فزادهم إيمانا وقالوا حسبنا الله ونعم الوكيل. ബദരീങ്ങൾ ചൊല്ലിയ ദിക്ർ ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ സഹൽ ഫൈലി കെട്ടിക്കൂട്ടി പറഞ്ഞതല്ലാതെ പരിശുദ്ധ ഖുർആൻ സൂറത്ത് ആലി ഇംറാനിന്റെ 173-ാമത്തെ ആയത്ത് കേട്ടോളൂ. ആരാണ് ബദരീങ്ങൾ? ചില്ലറക്കാരല്ല. അള്ളാഹുവിന്റെ അമ്പിയാക്കൾ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും വലിയ മഹാന്മാർ അവർ തന്നെയാണ്. അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു, ശത്രു സമൂഹത്തിന്റെ ശാസ്ത്രീയമായ എല്ലാ രീതിയിലുമുള്ള ആക്രമണത്തിന്റെ മുന്നേയുള്ളവരുടെ ഒരുക്കങ്ങൾക്ക് ആക്കം കുട്ടിയോട് അബൂ സുഫിയാൻ പതറിയ രംഗം ഇതാണ്. പലരും വന്ന് സ്വഹാബികളോട് പറഞ്ഞു, വഴിയോരത്ത് കണ്ടവർ, മാർക്കറ്റിൽ കണ്ടവർ, കല്യാണത്തിന് കണ്ടവർ, അവിടെ കണ്ടവർ, ഇവിടെ കണ്ടവർ, യാത്രയിൽ കണ്ടവർ, പഴയ സൗഹൃദത്തിൽ എവിടെയോ ഒന്ന് കണ്ടുമുട്ടിയപ്പോൾ പറഞ്ഞു, അല്ലദീൻ ഖാല ലഹുമുന്നാസ്,
ജനങ്ങൾ പറഞ്ഞു, ഇന്നന്നാസ ഖദ് ജമഉ ലക്കും, നിങ്ങളെ പിടിച്ചു കെട്ടാൻ ഖുറൈശി തറവാട്ടിലെ മല്ലന്മാര് മുഴുവനും ഒരുക്കങ്ങൾ കൂട്ടിയിട്ടുണ്ടെന്ന് കേട്ടപ്പോ സ്വഹാബത്തിന്റെ മുഖം കോടിയില്ല, ചുണ്ട് വിതുമ്പിയില്ല, ശബ്ദമിടറിയില്ല. അവർക്ക് 1000 കുതിരശക്തി എന്ന് പറയുന്ന പോലെ ഒരു ആർജവം ആവരണം ചെയ്തു. ഫസാദഹും ഈമാന, അവരുടെ ഈമാൻ കൂടി, അവരുടെ ഈമാൻ കൂടി. വഖാലു, ഒരാൾ പോലും ഒഴിവില്ലാതെ അവർ മുഴുവനും വിളിച്ചു പറഞ്ഞു അന്ന് മുതൽക്ക്. എന്ന് പറഞ്ഞാൽ പരിശുദ്ധ റമദാനിന്റെ 2ാമത്തെ 10-ൽ മഹാന്മാരായ സ്വഹാബത്ത് വിളിച്ചു പറഞ്ഞു, ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ. സൂറത്തു ആലു ഇമ്രാൻ ആയത്ത് നമ്പർ 173. അള്ളാഹു ബോധ്യപ്പെട്ടതാ. എന്റെ പ്രിയമുള്ളവരെ, കുറച്ചൊക്കെ നമുക്ക് വേണോട്ടോ. നാവിന്റെ ഒരു വ്യായാമമായി ദിക്റുകൾ പോവാതെ ഹൃദയം കൊണ്ടെന്നറിഞ്ഞ് വേണം. ഒരൽപ്പം നമുക്ക് ഇല്ലെങ്കിൽ നീ എപ്പോഴാ ഉണ്ടാവാം. അസ്ഹാബുൽ ബദറിന്റെ നിശ്ചയദാർഢ്യത്തിന്റെ മുന്നിൽ ഈ പ്രകൃതിയിൽ അലംഘനീയ ഭാവങ്ങൾ പോലും മാറേണ്ടി വന്നല്ലോ. ഹുമുർ റിജാലു ബലാ ഹുമുൽ ജിബാലു ബലാ കദ്ദഖരി ഫീ ഹിമ്മത്തിൻ ബൽ സാദത്തുൻ കുബറാ അക്രിം ബിഹിം ഫിത്യതൻ തമ്മത് ഫളായിലുഹും വഅമ്മ ആലാഹും ലിൽഹഖ് ദൂന മിറാ. അനുഗ്രഹീതമായ കീർത്തനം. ആരാണ് ബദരീങ്ങൾ? ചില്ലറക്കാരല്ല. അവരുടെ ഈ പതറാത്ത മനസ്സിന്റെ ഏറ്റവും വലിയ രഹസ്യം അല്ലാഹ് അതിലുണ്ടായിരുന്നു. അതിനോടൊപ്പം അവരുടെ നാവിൽ അതിന് ഊർജം പകർന്നു. ഹസ്ബുനല്ലാഹ്. ബദരീങ്ങളാരാ? ഹുമുർ റിജാൽ, അവർ ആൺകുട്ടികളാ. ബല എന്ന് പറഞ്ഞാൽ പറ്റൂല. ഹുമുൽ ജിബാൽ, അവർ പർവ്വതം പോലെയല്ല, പർവ്വതത്തെക്കാളും അപ്പുറം, പർവ്വതത്തെക്കാളും അപ്പുറം. അത്ഭുതം കൊണ്ട് കവി തന്നെ ചോദിക്കുകയാ, കിരിംബിഹിം ഫിത്യാ. അക്രിംബിഹിം തഅജ്ജുബിന്റെ സിഗയാ. മാ അക്റമ വ അക്രിംബിഹിം, തഅജ്ജുബിന്റെ സിഗയാണത്. അക്രിംബിഹിം ഫിത്യാ. യൗവനങ്ങൾ, സമർപ്പിത യൗവനത്തിലെ ഏറ്റവും വലിയ അത്ഭുതമേ അസ്ഹാബുൽ ബദർ റളിയല്ലാഹു അൻഹു. വസൽ ഹുനൈനം വസൽ ബദറം വസൽ ഉഹദാ അൻ അൻവാഅ തഅദീബിഹിം വൽ ഹസ്ഫു കൈഫ ജറാ. പർവ്വതത്തെക്കാളും ഉറച്ച നിശ്ചയദാർഢ്യം. പർവ്വതം പോലും അല്ലാഹ് ആദരിച്ചതിന്റെ മുന്നിൽ പൊട്ടിത്തെറിക്കുമെന്ന് ഖുർആൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ ഖശിയത്തില്ലാഹ്. അല്ലാഹുവിനോടുള്ള ഭയപ്പാട്, ബോധ്യവും ആദരണീയമായത് ഉണ്ടെങ്കിൽ മൻ ഖാഫല്ലാഹ ഖാഫഹു കുല്ലു ശൈ ശഫീഉനാ റസൂലുള്ളാഹി. ബദരീങ്ങൾ പർവ്വതത്തെക്കാളും ഉറച്ച മനോധൈര്യം അല്ലാഹുവിലുള്ള യഖീൻ കൊണ്ട് ഉണ്ടാക്കിയവരാ. സ്വഹീഹ് മുസ്ലിം ഒരു ഹദീസ് പറയാം. അൻ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു അന്നഹു ഖാൽ സഅദ النبي صلى الله عليه وسلم أحدا وأبو بكر وعمر وعثمان فرجف بهم أحد فقال النبي صلى الله عليه وسلم اثبت أحد إنما عليك نبي وصديق وشهيدان നബി മുഹമ്മദ് മുസ്തഫ. ആകാശമുട്ട് ഉയർന്നു നിൽക്കുന്ന കടുപ്പമുള്ള പാറക്കെട്ടുകൾ ഉഹദ് മല. അതിലേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാം മഹാനായ അനസ് റളിയല്ലാഹു അൻഹു. അപ്പോഴുണ്ട് അത്ഭുതകരമായ ഒരു കാഴ്ച കണ്ടു. മുന്നാലെ റസൂലുള്ളാഹി തൊട്ടു പിന്നിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, തൊട്ടു പിന്നാലെ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ്, അതിന്റെ പിന്നാലെ മഹാനായ ഉസ്മാൻ, ഒന്നുകൂടി സയ്യിദുനാ ഉസ്മാൻ
റഅയ്തു ഇസ്മ ഉസ്മാന മക്തുബൻ അലാ ബാബിൽ ജന്ന, സ്വർഗ്ഗത്തിന്റെ കവാടത്തിലും ഉസ്മാന്റെ പേര് ഞാൻ കണ്ടു എന്ന് നബി മുഹമ്മദ് മുസ്തഫ സയ്യിദുനാ ഉസ്മാൻ റളിയല്ലാഹു അൻഹു. അനസ് റളിയല്ലാഹു അൻഹു പറയാ, ഞാൻ എങ്ങനെ നോക്കി നിന്നു. ഫറദഫ ബിഹിം ഉഹദ്, അവരുടെ പാദങ്ങൾ പറിച്ചു വെക്കുമ്പോ ദൃഢമായ ഉഹദ് പോലും വിറച്ചു. ഉഹദ് കടന്ന് വിറയ്ക്കൽ തുടങ്ങി. ആദരവ് കൊണ്ട് പൊട്ടിത്തെറിക്കുമെന്ന് പറഞ്ഞ പോലെ ആദരവ് കൊണ്ട് ഉഹദ് വിറയ്ക്കാൻ തുടങ്ങി. ഫഖാല റസൂലുള്ളാഹി, വാറോല വായിക്കല്ല, സ്വഹീഹ് മുസ്ലിം, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഉസ്ബുത് ഉഹദ്, ഉഹദേ നീ അടങ്ങ്. എന്തുകൊണ്ട്? ഇന്നമാ അലൈക നബിയുൻ, നിന്റെ മുകളിൽ പാദം വെച്ചിരിക്കുന്നത് അല്ലാഹുവിന്റെ നബിയാ, നബി മുഹമ്മദ് മുസ്തഫ. വസ്ദീഖുൻ, മഹാനായ സിദ്ദീഖ, ബദറിലേക്ക് പോയ മുഹാജിറുകളുടെ നേതാവ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. പിന്നെയോ വസ്ഹീദാനി, ഭാവിയിൽ ഈ ദീനിന് വേണ്ടി രക്തവും ശരീരവും ജീവിതവും സമർപ്പിക്കേണ്ട രണ്ട് ഷഹീദന്മാരാ എന്റെ പിന്നിലുള്ളതെന്ന് നബി മുഹമ്മദ് മുസ്തഫ. കവി വെറുതെ പറഞ്ഞതല്ല. ബദരീങ്ങൾ വലിയ പാറക്കെട്ടുകളുടെ ദൃഢതയെപ്പോലും ലയിപ്പിച്ചു കളയുന്ന ആദരവിന്റെ ഉടമ. അല്ലാഹുവിന്റെ ഖുർആൻ ഒരു കല്ല് പറഞ്ഞല്ലോ, അത്തഖിദൂ മിൻ മഖാമി ഇബ്രാഹീമ മുസല്ല. ഈ കല്ലിന്റെ ചരിത്രം ഇബ്നു തീമിയുടെ ശിഷ്യൻ ഇബ്നു കസീറിന്റെ തഫ്സീർ ഈ അലമാരയിലുണ്ട്, എടുത്തു നോക്കൂ. ആ കല്ല് സാധാരണ ചാമപ്പൊതിയൻ പാറയല്ല, സ്വർഗത്തിന്റെ ദൃഢമായ പാറയാണ്, ശിലയാണ്. അതിന്റെ മുകളിൽ മഹാനായ ഖലീലുല്ലാഹി നബി ഇബ്രാഹിം കാല് വെച്ചതിന്റെ അടയാളം എന്തോ അത് തന്നെയാ മഖാമു ഇബ്രാഹിം. ആരാധിക്കണമെന്നല്ല പറഞ്ഞത്, മഖാമു ഇബ്രാഹിമിനെ നിങ്ങൾ ആദരിക്കണം. ആദരവ് മഖാമു ഇബ്രാഹിമിന്, ആരാധന അല്ലാഹുവിന്. വത്തഖിദൂ മിൻ മഖാമി ഇബ്രാഹിമ മുസല്ല, ഇബ്രാഹിം നിന്ന ഇടം മഖാം, അവിടെ നിസ്കരിക്കൂ എന്ന് പരിശുദ്ധ ഖുർആൻ. അല്ലാതെ ഇബ്രാഹിം മഖാമിനെ ആരാധിക്കൂ എന്നല്ല അതിനർത്ഥം പറയാം. എന്റെ പ്രിയമുള്ളവരെ, ഈ ഖലീലുല്ലാഹി തങ്ങള് അലൈഹിസ്സലാം ചില്ലറക്കാരനല്ല. മഹാനായ ഇബ്നു കസീറിന്റെ അൽ ബിദായ എടുത്തു നോക്കിയാൽ കാണാം, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി, ഇബ്രാഹിം നബി നമ്രൂദിന്റെ തീക്കുണ്ടാരത്തിലേക്ക് പറന്നു പോകുന്ന നേരത്ത് അവസാനം വിളിച്ചു പറഞ്ഞതും ബദരീങ്ങൾ പറഞ്ഞ വാക്ക് തന്നെ. ലോകത്ത് ആ വാക്ക് ആദ്യം പറഞ്ഞതും ഇബ്രാഹിം തന്നെ അലൈഹിസ്സലാം. ഏതാണ് ആ ദിക്ർ എന്നറിയുമോ? ഒന്ന് പറയുമോ? ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ, ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ. ഇബ്നു തീമിയുടെ ശിഷ്യൻ ഇബ്നു കസീറിന്റെ അൽ ബിദായയിലുണ്ട്, ഖസസുൽ അംബിയായിലുമുണ്ട് ഈ ദിക്ർ ഇബ്രാഹിം നബി ചൊല്ലി എന്ന്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ദൃഢഭക്തരായ ബദരീങ്ങൾ റമളാൻ 2ാമത്തെ 10 ചൊല്ലിയ ദിക്റാണ് ഹസ്ബുനല്ലാഹ്. ജീവിതത്തിൽ ഉണ്ടാവണം, ജീവിതത്തിൽ അത് ചേർത്ത് പിടിക്കണം. ചേർക്കും തോറും ഹൃദയത്തിൽ അല്ലാഹു നമുക്ക് ഒരു വെളിച്ചമായി നമ്മുടെ മനസ്സുകൊണ്ട് ഉൾക്കൊള്ളാൻ വേണം. എന്റെ റബ്ബിന് ഇഷ്ടമല്ലാത്ത ഞാൻ പറയൂല, ചെയ്യൂല, കേൾക്കൂല. റബ്ബിന് ഇഷ്ടമുണ്ടോ ഇല്ലയോ എന്നൊരു ആത്മപരിശോധന എന്ന വിവേകം ഈ റമളാനിന്റെ ലാഭമാവണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലാ മുഹമ്മദ്. اللهم صل على محمد. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. അല്ലാഹുവേ, ഞങ്ങളെ നീ കബൂലാക്ക് തമ്പുരാനെ. പടച്ച റബ്ബേ, ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്ക് അല്ലാഹ്, രോഗങ്ങൾ ശിഫയാക്ക് അല്ലാഹ്. അറിഞ്ഞു ചെയ്ത, അറിയാതെ ചെയ്ത, രഹസ്യമായി സംഭവിച്ച, പരസ്യമായി സംഭവിച്ച എല്ലാ തെറ്റുകുറ്റങ്ങളും നീ മാപ്പാക്കണേ അല്ലാഹ്. അല്ലാഹുവേ റബ്ബേ, 22 വയസ്സുള്ള പേരക്കുട്ടി
ക്യാൻസർ രോഗത്തിന്റെ ട്രീറ്റ്മെന്റുമായി വർഷങ്ങളായി ഗുളികയിലാ കഴിയുന്നത്. RCCയിൽ പുതിയ ഒരു ടെസ്റ്റിന് വിധേയനായിട്ടുണ്ട്. അല്ലാഹുവേ, സന്തോഷമുള്ള റിസൾട്ട് ആവണം അല്ലാ. ആ ജീവിതം റബ്ബേ നീ നന്നാക്കി കൊടുക്കണം അല്ലാ. അല്ലാഹുവേ, എത്ര വർഷങ്ങളായ കുട്ടി ഗുളിക പുറത്ത് ജീവിക്കുന്നു റബ്ബേ. പുതിയ പഠന കാര്യങ്ങൾക്കായി വിദേശത്തേക്ക് പോവാൻ ആഗ്രഹിക്കുന്നു. ഒന്നിനും തടസ്സം വരല്ല അല്ലാ. സന്തോഷമുള്ള റിസൾട്ട് കൊടുക്കണം അല്ലാ. വിദേശത്തുള്ള ഒരു പ്രിയ സഹോദരൻ ക്യാൻസർ രോഗത്തിന്റെ കെടുതിയില വല്ലാതെ ഇടങ്ങേറാവുന്നു. അല്ലാഹുവേ, നീ ആശ്വാസം കൊടുക്കൂ അല്ലാ. ശിഫാ നൽകണേ അല്ലാ. ലോകത്തുള്ള ക്യാൻസർ രോഗികൾക്ക് റബ്ബേ നീ എല്ലാ നിലക്കുമുള്ള ക്ഷമയും അവർക്ക് ആരോഗ്യവും മനക്കരുത്തും എല്ലാം നൽകണമല്ലാ. ആ രോഗത്തിന്റെ മരുന്ന് കണ്ടുപിടിക്കാനുള്ള മഹാഭാഗ്യം മനുഷ്യർക്ക് വൈകല്ല അല്ലാ. അല്ലാഹുവേ റബ്ബേ, ഹൈന്ദവ സഹോദരൻ ആക്സിഡന്റ് പറ്റി ആശുപത്രിയിലാണ്, പ്രത്യേകം ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുവേ, നീ ശിഫാ നൽകു അല്ലാ, ആഫിയത്ത് നൽകു അല്ലാ. അല്ലാഹുവേ റബ്ബേ, ആക്സിഡന്റ് പറ്റി പലയിടങ്ങളിലും ആശുപത്രികളിലും മറ്റുമൊക്കെയായി കഴിയുന്നവരുണ്ട്. റബ്ബേ, നീ പരിപൂർണമായ ആരോഗ്യം നൽകണേ അല്ലാ. അതിജയിക്കാനുള്ള കരുത്ത് നൽകു അല്ലാ. സ്ഥല സംബന്ധമായ തടസ്സങ്ങൾ, വിൽപ്പന എളുപ്പമാവാൻ ഒരു കുടുംബത്തിന് വേണ്ടി അങ്ങനെ പലരും ഏൽപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുവേ, വസ്തു സംബന്ധമായ വിൽപ്പനയുടെ തടസ്സങ്ങൾ മാറ്റ് അല്ലാ. അല്ലാഹുവേ, ഖൈർ അടുപ്പിച്ചു കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ മഹലിൽ അഭിവൃദ്ധി നൽകു അല്ലാ. നോമ്പ് തുറകൾ കബൂലാക്ക് അല്ലാ. അല്ലാഹുവേ, എല്ലായിടങ്ങളിലും നടക്കുന്ന നോമ്പ് തുറക്ക് അർഹമായ പ്രതിഫലങ്ങളും അതുപോലെ തന്നെയുള്ള പരിഗണനയും നീ നൽകണമല്ലാ. ആ പുണ്യകർമ്മത്തിന്റെ ബറക്കത്ത് കൊണ്ട് പടച്ചോനെ, കൊറോണ പോലെയുള്ളതിന്റെ ആവർത്തനം ഇനി ഉണ്ടാവല്ല അല്ലാ. അല്ലാഹുവേ, പരിശുദ്ധ റമളാന്റെ ഉതഖാഉം മിനന്നാർ എന്ന വിഭാഗത്തിൽ ഞങ്ങളെ ചേർക്കണേ അല്ലാ. റബ്ബന റഹംഹും കമാ റബ്ബൂനാ സഗാറാ. ദഅവാഹും ഫിഹാ സുബ്ഹാനകല്ലാഹുമ്മ വതഹിയ്യതുഹും ഫിഹാ സലാം. وآخر دعوانا الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.